എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്നത്തെ നമ്മളെ റെസിപ്പി ഇടിച്ചക്ക വെച്ചിട്ടുള്ളൊരു കട്ട്ലറ്റാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണ്. ഒരു നോൺ വെജ് കട്ട്ലറ്റിൻ്റെ അതേ ടേസ്റ്റിലാണ് ഇത് കിട്ടുക. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. അപ്പോൾ അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടി നമുക്ക് ഇടിച്ചക്ക വേണം. ഇടിച്ചക്കയുടെ ഒരു ചെറിയ കഷ്ണമാണ് ഞാൻ എടുത്തത്. ഇത് നമുക്ക് വേവിച്ചെടുക്കണം. വേവിച്ചിട്ട് കുക്കറിലിട്ട് ഒരു അടി അടിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അങ്ങനെ ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയിട്ട് ഉടച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ വെച്ചു. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. വലുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കട്ട്ലറ്റിന് ഷേപ്പ് ആക്കുമ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ എപ്പോഴും ചെറുതായിട്ട് അരിയുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി നമ്മൾ ചേർക്കുന്നത് 1.5 ടീസ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. കാരണം നമ്മളിതിൽ പെപ്പറും ചേർക്കുന്നുണ്ട്, കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്തിട്ട് പച്ചമുളക് കൂടുതൽ ചേർക്കാവുന്നതാണ്. എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഒന്ന് പച്ചച്ചോയ മാറുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഉള്ളി മിക്സ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്, ഒരു 1/2 ടീസ്പൂണോളം. ഇനി നമ്മൾ ചേർക്കുന്നത് പെരിഞ്ജീരകപ്പൊടിയാണ്, അത് 1 ടീസ്പൂണോളാണ് ചേർക്കുന്നത്. അടുത്തത് ഗരം മസാല, അതൊരു 1/2 ടീസ്പൂൺ മതി. പിന്നെ നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്, അതും ഒരു 1/2 ടീസ്പൂണോളം. ഇതെല്ലാം ചേർത്ത ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുകയാണ്. ഇതൊരു ഓപ്ഷണലാണ്. നിങ്ങൾ ചേർക്കുന്ന പച്ചമുളക് നല്ല എരിവുണ്ടെങ്കിൽ അത് മാത്രം ചേർത്താൽ മതി, മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. മസാലകളൊക്കെ മൂത്ത ശേഷം നമുക്ക് ഇടിച്ചക്ക ചേർത്ത് കൊടുക്കാം. ഇടിച്ചക്ക നന്നായിട്ട് വേവിച്ചിട്ട് കുക്കറിലിട്ട് ഒരു വിസിലടിച്ചാൽ മതി. നന്നായിട്ട് ഉപ്പിടാതെയാണ് വേവിച്ചത്. എന്നിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇടിച്ചക്ക മിക്സ് ചെയ്ത ശേഷം നമ്മൾ ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചതാണ്. ഇതൊരു ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഇടിച്ചക്കയും ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചത്. എന്നിട്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് ചൂടിൽ വെച്ചിട്ട്, തീയിൽ വെച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഈ മിക്സ് നമുക്കൊന്ന് ചൂടാറാൻ വെക്കണം. ചൂടാറിയ ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മാറ്റിയെടുക്കാം. ഇനി നമുക്ക് കട്ട്ലറ്റിൻ്റെ കോട്ടിങ്ങിനായിട്ട് വേണ്ട സാധനങ്ങളാണ്. ഒന്ന് ബ്രെഡ് ക്രംസ്, അതൊരു 3 ടേബിൾ സ്പൂണോളം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് മൈദയാണ്. മൈദ വെള്ളത്തിലൊന്ന് കലക്കിയെടുത്തതാണ്, ഒരു പേസ്റ്റ് പോലെ എടുത്തതാണ്. ഇതിന് പകരം കോൺഫ്ലവറോ അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളയോ ഉപയോഗിക്കാം. ഇനി നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാം. നമ്മൾ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ മിക്സ് ചൂടാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും പിന്നെ മൈദ ഒന്ന് പേസ്റ്റാക്കി എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ ഉരുള എടുക്കാം. അത് നന്നായിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ, ഞാനിവിടെ ചെറിയ റൗണ്ടിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടത് അതനുസരിച്ച് ചെയ്യാം. നമ്മൾ കട്ട്ലറ്റ്സ് നന്നായിട്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മൈദയുടെ മിക്സിൽ മുക്കിയെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിലും കൂടി മുക്കിയിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയ്ക്ക് പകരം കോൺഫ്ലവറോ, നിങ്ങൾ നോൺ വെജ് ആണെങ്കിൽ മുട്ടയും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ മൈദയാണ് എടുത്തതെന്ന് മാത്രം. അങ്ങനെ നമുക്ക് എല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ കണ്ടേ റെഡി ആയിട്ടുണ്ട്. ഒന്ന് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കട്ട്ലറ്റ്സൊക്കെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെക്കുന്നുണ്ട്, അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ചു. അത്യാവശ്യം മുങ്ങി കിടക്കുന്ന രീതിയിലാണ് എണ്ണ ഒഴിച്ചത്. ഈ എണ്ണ ചൂടായ ശേഷം കട്ട്ലറ്റ്സ് ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ കുറച്ച് സെറ്റ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത സെറ്റ്, അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 5 എണ്ണം ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡ് നന്നായിട്ട് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് അടുത്ത സൈഡ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. കട്ട്ലറ്റിന് ഒരു സൈഡായിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. അത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം ഇത് വളരെ സോഫ്റ്റാണ്. അപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. നമ്മളെല്ലാ കട്ട്ലറ്റ്സും മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടി ആയ ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അടുത്ത സെറ്റ് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മളെ കട്ട്ലറ്റ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ശരിക്കും ഒരു നോൺ വെജ് കട്ട്ലറ്റ്, ഒരു ചിക്കൻ കട്ട്ലറ്റൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കിട്ടുക. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കാരണം ഇടിച്ചക്ക സീസൺ ആണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ചക്ക കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പുതിയ വിഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക്